പ്രിയ പഠിതാക്കളെ നമസ്കാരം. ഇന്ന് നമ്മൾ ദ 7 ഏജസ് ഓഫ് മാൻ എന്നുള്ള പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിൻ്റെ പാരഗ്രാഫ്സ്, അപ്രീസിയേഷൻ, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ഇൻ ബ്രീഫ് ദ 7 സ്റ്റേജസ് ഇൻ മാൻസ് ലൈഫ്. ഈ ഒരു ചോദ്യം സാധാരണ ചെറിയ 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് 5-6 മാർക്കിനും ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മളിവിടെ ഒരു 5-6 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം എന്നാണ് നോക്കുന്നത്. ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് എഴുതണ്ടേ, ഒരു പേജൊക്കെ ആക്കിയിട്ട് എഴുതണ്ടേ. സോ ഹിയർ ഈസ് ദ ആൻസർ. ഇൻ ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. നമുക്കറിയാം ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്നുള്ളത് ദ 7 ഏജസ് ഓഫ് മാൻ എന്നുള്ളതിൻ്റെ മറ്റൊരു പേരാണ്. 2 ടൈറ്റിലും ഈ ഒരു പോയം അറിയപ്പെടാറുണ്ട്. An excerpt from Shakespeare's play As You Like It. നമുക്കറിയാവുന്ന പോലെ ഇത് ഷേക്സ്പിയറിൻ്റെ നാടകമായിട്ടുള്ള ആസ് യു ലൈക്ക് ഇറ്റ് എന്ന ഡ്രാമയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്, ഒരു എക്സെപ്റ്റ് ആണ്. ഇത് ആരാണ് പറയുന്നത്? ദ ക്യാരക്ടർ ജാക്ക്. നമുക്കതിനെ ജാക്കസ് എന്നൊക്കെ അല്ലെങ്കിൽ ജാക്സ് എന്നൊക്കെ വായിക്കാൻ തോന്നും. അത് പ്രൊനൗൺസിയേഷൻ ജാക്ക് എന്നാണ്. കമ്പയർസ് വേൾഡ് ടു എ സ്റ്റേജ് ആൻഡ് ഹ്യൂമൻ ലൈഫ് ടു എ. അപ്പോൾ ആ ക്യാരക്ടർ വേൾഡിനെ ഒരു സ്റ്റേജായിട്ടും അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തെ ഒരു നാടകമായിട്ടുമാണ് കണക്കാക്കിയിട്ടുള്ളത്. ദ പോയം പ്രസൻസ് ദ 7 phases ഓഫ് ഹ്യൂമൻ ലൈഫ്. ഈ ഒരു പോയം നമ്മൾ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്താണ്? ദ 7 phases, 7 ഘട്ടങ്ങളാണ് മനുഷ്യ ജീവിതത്തിൻ്റെ 7 ഘട്ടങ്ങൾ. ദേ ആർ കോൾഡ് ആസ് 7 ഏജസ്. ഇതിനെയാണ് 7 ഏജസ് എന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ളത്. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദാറ്റ് ഓഫ് ആൻ ഇൻഫൻറ്റ്. ആദ്യത്തെ ശൈശവാവസ്ഥയാണ്. ഹു ഈസ് ടോട്ടലി ഹെൽപ്ലെസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ്. നിസ്സഹായനായ, എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ശൈശവാവസ്ഥ. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്കൂൾ ഗോയിങ് ബോയുടെയാണ് അല്ലേ. ഹീ ഈസ് അൺവില്ലിങ് ടു ഗോ ടു സ്കൂൾ. ഹീ ഈസ് റിലക്റ്റൻറ്റ് ടു ഗോ ടു സ്കൂൾ. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ ദ തേർഡ് സ്റ്റേജ് മാൻ പ്ലേസ് ദ റോൾ ഓഫ് എ ലവർ. സ്കൂളൊക്കെ പോയി കഴിഞ്ഞാൽ ടീനേജൊക്കെ കഴിയുന്ന സമയത്തേക്ക് ലവറിൻ്റെ റോളാവും. ഹു ഹീവ്സ് ഡീപ് സൈസ്. ദീർഘനിശ്വാസം, അതിനെയാണ് സൈ എന്ന് പറയുന്നത്. നെടുവീർപ്പ് ഇടുന്ന കാലമാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഹിസ് ബിലവഡ്. സ്വന്തം ലവറിൻ്റെ ആബ്സെൻസിൽ, ലവർ ഇല്ലാത്ത സമയത്ത് ശ്വാസത്തിന് വളരെ ചൂടുള്ള, നെടുവീർപ്പിടുന്ന ലവർ. ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഹീസ് ആൻ എനർജറ്റിക് റഷ് സോൾജിയർ. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള, എപ്പോഴും തിരക്ക് കൂട്ടുന്ന ഒരു സോൾജറാണ്. ഹു ഈസ് റെഡി ടു സാക്രിഫൈസ് ഈവൻ ഹിസ് ലൈഫ് ഫോർ ഷോർട്ട് ലീവ്ഡ് റെപ്യൂട്ടേഷൻ. ആ സോൾജർ എങ്ങനെയാണ്? ഹി ഈസ് റെഡി ടു സാക്രിഫൈസ് ഈവൻ ഹിസ് ലൈഫ്. സ്വന്തം ജീവൻ പോലും ത്യാഗം ചെയ്യാൻ ആ സോൾജർ തയ്യാറാണ്. എന്തിനു വേണ്ടി? ഫോർ ഷോർട്ട് ലീവ്ഡ് റെപ്യൂട്ടേഷൻ. വളരെ നിസ്സാരമായ ആദരവിന് വേണ്ടിയിട്ട് അല്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ വലുതാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിസ്സാരമായ ആദരവിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലി കഴിക്കാൻ മൂപ്പര് തയ്യാറാണ്. ഇൻ ദ ഫിഫ്ത്ത് സ്റ്റേജ്, 5ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഹി പ്ലേസ് ദ റോൾ ഓഫ് എ പ്രോസ്പെറസ് വെൽ ഫെഡ് ജഡ്ജ്. ഒരു ജഡ്ജിൻ്റെ റോളാണ്. മൂപ്പര് വളരെ ധനികനാണ്, അതുപോലെ തന്നെ വെൽ ഫെഡ്, തിന്ന് കൊഴുത്ത ആളാണ്. ഹി ഷോസ് ഓഫ് ഹിസ് വിസ്ഡം ആൻഡ് നോളേജ് ടു ഇംപ്രസ് അതേഴ്സ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയും വിസ്ഡം അല്ലേ, അതുപോലെ തന്നെ നോളേജ്, അറിവും അദ്ദേഹം പുറത്ത് കാണിക്കാറുണ്ട്. എന്തിനാ? ടു ഇംപ്രസ് അതേഴ്സ്, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ. ദെൻ ഇൻ ദ 6th സ്റ്റേജ് ഹി ഈസ് വീക്ക് തിൻ ഓൾഡ് മാൻ. 6ാമത്തെ ഘട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഹി ഈസ് വീക്ക്, വളരെ ക്ഷീണിതനാണ്. തിൻ, മെലിഞ്ഞവനാണ്. അതുപോലെ തന്നെ ക്ഷീണിച്ച മെലിഞ്ഞ ഒരു ഓൾഡ് മാനാണ് 6ാമത്തെ ഘട്ടത്തിൽ. ഹി ലുക്സ് ഫണി ഇൻ ഹിസ് ലൂസ് ക്ലോത്ത്സ്. തൻ്റെ അയഞ്ഞ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ കണ്ട ഒരു ഫൂളിനെ പോലെ, ഒരു ജോക്കറിനെ പോലെ തോന്നിക്കുന്ന വ്യക്തി. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് ദാറ്റ് ഓഫ് സെനിലിറ്റി. സെനിലിറ്റി, പടുവൃദ്ധൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥ. വെൻ എ മാൻ ഈസ് ഹെൽപ്ലെസ് ആസ് എ ബേബി. അപ്പോൾ ആ സമയത്ത് നേരത്തെ ഒരു ഇൻഫൻറ്റ് സ്റ്റേറ്റിൽ പറഞ്ഞു, അതുപോലെ തന്നെ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് അദ്ദേഹം ഉണ്ടാവുക. ഹീ ലൂസസ് ഹീസ് ടീത്ത്. പല്ലുണ്ടാവില്ല. സെൻസസ്, അദ്ദേഹത്തിൻ്റെ സെൻസുകളെല്ലാം വേണ്ട മാതിരി പ്രവർത്തിക്കില്ല. അതായത് കണ്ണും മൂക്കും ചെവിയും ഒന്നും വേണ്ട മാതിരി പ്രവർത്തിക്കില്ല, പഞ്ചേന്ദ്രിയങ്ങൾ അല്ലേ. ആൻഡ് ഹീ ലൂസസ് എവരിതിങ്. തൻ്റെ എല്ലാം അദ്ദേഹത്തിന് നഷ്ടമാകുന്നു. ഓർമ്മ പോലും അദ്ദേഹത്തിന് ഇല്ലാതാവുകയാണ്. അറ്റ് ലാസ്റ്റ് ഹി ഹാസ് ടു മേക്ക് ഹിസ് എക്സിറ്റ്. അങ്ങനെ എല്ലാത്തിനും ശേഷം അദ്ദേഹത്തിന് ആ സ്റ്റേജിൽ നിന്ന് ഒഴിയേണ്ടി വരികയാണ്. ഹി വിൽ ഹാവ് ടു മേക്ക് ഹിസ് എക്സിറ്റ് ആഫ്റ്റർ പ്ലേയിങ് ഹിസ് റോൾസ് ഇൻ ദ ഡ്രാമ ഓഫ് ഹിസ് ലൈഫ്. തൻ്റെ ജീവിത നാടകത്തിൻ്റെ അവസാനത്തെ റോളും അഭിനയിച്ച് തീർത്ത് അവന് മടങ്ങേണ്ടി വരുന്നു. അപ്പോൾ ഇതാണ് ആ 7 റോൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് സേ അബൌട്ട് ദ വേൾഡ്? നമുക്കറിയാം ലോകത്തിനെക്കുറിച്ച് എന്താണ് കവി വിവക്ഷിച്ചിട്ടുള്ളത്.
ദ പോയിറ്റ് കമ്പയർസ് വേൾഡ് ടു എ സ്റ്റേജ്. വേൾഡിനെ സ്റ്റേജ് ആയിട്ട് കാണുന്നു. ആൻഡ് ഹ്യൂമൻ ലൈഫ് ടു എ പ്ലേ. മനുഷ്യജീവിതം നാടകമായിട്ടും. ദ പോയം പ്രസൻസ് ദ 7 phases ഓഫ് ഹ്യൂമൻ ലൈഫ്, ഓർ ദേ ആർ കോൾഡ് ദ 7 ages. മനുഷ്യജീവിതത്തിൻ്റെ 7 ഘട്ടങ്ങളെയാണ് ഈ പോയം പ്രസൻറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വൈ ഡസ് ദ പോയറ്റ് കോൾ മെൻ ആൻഡ് വുമൺ മിയർ പ്ലേയേഴ്സ്? വെറും കളിക്കാരായിട്ട്, അതായത് വെറും ക്യാരക്ടേഴ്സിനെ മാത്രമായിട്ടാണ് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കവി കാണുന്നത്. ദേ ആർ മിയർ പ്ലേയേഴ്സ്, വെറും പ്ലേയേഴ്സ് മാത്രമാണെന്നാണ് പറയുന്നത്. സ്റ്റേജിലെ മിയർ പ്ലേയേഴ്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? ആൻസർ, ഷേക്സ്പിയർ ത്രൂ വൺ ഓഫ് ഹിസ് ക്യാരക്ടേഴ്സ് ജാക്ക് വാണ്ട്സ് അസ് ടു റിയലൈസ് ദ ഫാക്ട് ദാറ്റ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രമായ ജാക്കിലൂടെ ഷേക്സ്പിയർ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹ്യൂമൻ ലൈഫ് ഈസ് ലൈക്ക് എ ഡ്രാമ ഓൺ എ വേൾഡ് സ്റ്റേജ്. ലോകമാകുന്ന സ്റ്റേജിലെ ഒരു ഡ്രാമ മാത്രമാണ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. മെൻ ആൻഡ് വിമൻ ലൈക്ക് ആക്ടേഴ്സ് കം പ്ലേ ദെയർ റോൾസ് ആൻഡ് എക്സിറ്റ്. മനുഷ്യരാകട്ടെ, അതായത് ആണോ പെണ്ണോ ആയിക്കോട്ടെ, അവർ ആക്ടേഴ്സിനെ പോലെയാണ്. അവർ വരുന്നു, പ്ലേ ദെയർ റോൾസ്, അവരുടെ രംഗം അഭിനയിക്കുന്നു, ആൻഡ് ക്വിറ്റ്, ഇവിടെ നിന്ന് പോകുന്നു. ഈച്ച് സ്റ്റേജ് ഓഫ് ലൈഫ് ഹാസ് ഇറ്റ്സ് ഓൺ പെക്യൂലിയാരിറ്റീസ്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. ഹൗ? ഇത് പോയത് തിരുവരി തന്നെയാണ്. എങ്ങനെയാണ് ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അഭിനയിക്കുന്നത്? ആൻസർ, എ മാൻ ഈസ് ഫേറ്റഡ് ടു പ്ലേ മെനി റോൾസ് ഇൻ ഹിസ് ലൈഫ്. ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് റോളുകൾ അഭിനയിക്കേണ്ടി വരും. ആസ് ഹി ഗ്രോസ്, അയാൾ വളരുമ്പോൾ ഹിസ് റോൾ ചേഞ്ചസ് ആൻഡ് ഹിസ് ക്യാരക്ടർ ഓൾസോ ചേഞ്ചസ് അക്കോർഡിംഗ്ലി. അദ്ദേഹത്തിൻ്റെ റോള് മാറുന്നു, അതുപോലെ തന്നെ ഹിസ് ക്യാരക്ടർ ഓൾസോ ചേഞ്ചസ് അക്കോർഡിംഗ്ലി. അവൻ്റെ സ്വഭാവം അതിനനുസരിച്ച് മാറുന്നുണ്ട്. ഹി ടേക്സ് ബർത്ത് ഓൺലി ടു പ്ലേ ഡിഫറെൻറ്റ് റോൾസ്. The roles of an infant, the schoolboy, a lover, soldier, judge, an old and senile person. അവൻ ജനിക്കുന്നത് ഈ ഘട്ടങ്ങളെല്ലാം അഭിനയിക്കാൻ വേണ്ടി മാത്രമാണ്. അഞ്ചാമത്തെ ചോദ്യം, ഈസ് ദ ചേഞ്ച് ഫ്രം ദ മ്യൂളിംഗ് ഇൻഫന്റ് ടു ദ വൈനിങ് സ്കൂൾ ബോയ്. കരയുന്ന കുട്ടിയിൽ നിന്നും ശാഠ്യം പിടിക്കുന്ന സ്കൂൾ ബോയിലേക്കുള്ള മാറ്റം, അത് എ ട്രൂ പിക്ചർ ഓഫ് എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഏർലി ഇൻഫൻസി ടു ചൈൽഡ്ഹുഡ്. എക്സ്പ്ലെയിൻ. ശൈശവത്തിൽ നിന്നും കുട്ടിക്കാലത്തേക്കുള്ള ഒരു ശരിയായ മാറ്റമാണോ ഇതിലൂടെ തുറന്നു കാണിക്കുന്നത്? അതായത് ട്രൂ പിക്ചർ ആണോ അദ്ദേഹം തുറന്നു കാണിക്കുന്നത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ആൻസർ, ദ ചേഞ്ച് ഫ്രം ദ മ്യൂളിംഗ് ഇൻഫന്റ് ടു ദ വൈനിങ് സ്കൂൾ ബോയ് ഈസ് എ ട്രൂ പിക്ചർ ഓഫ് എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഏർലി ഇൻഫൻസ് ടു ചൈൽഡ്ഹുഡ്. ചോദ്യത്തിൻ്റെ അതേ സെൻറ്റൻസിനെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയതാണ് അല്ലേ. അറ്റ് ദ ഇൻഫന്റ് സ്റ്റേജ്, ശൈശവദശയിൽ, വൺ ഈസ് ഹെൽപ്ലെസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ്. ഒരാൾ നിസ്സഹായനും അതുപോലെ തന്നെ ആശ്രിതനുമാണ്. ദ ഇൻഫന്റ് ക്രൈസ് ആൻഡ് വൊമിറ്റ്സ് മിൽക്ക് ഇൻ ദ ആംസ് ഓഫ് ഹിസ് നേഴ്സ്. നേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും കുട്ടിയെ പരിചരിക്കാൻ ആവശ്യമുള്ള ഒരാളാണല്ലോ. അപ്പോൾ ഏത് സമയവും കുട്ടിക്കാലത്ത് മിക്കവാറും നേഴ്സിൻ്റെ കയ്യിലായിരിക്കും. ആ സമയത്ത് നേഴ്സിൻ്റെ കയ്യിൽ പാല് ഛർദ്ദിക്കുകയും അതുപോലെ തന്നെ കരയുകയും ചെയ്യുന്ന കുട്ടി. ഹി ക്യാൻ ഡു നത്തിങ് ബട്ട് ട്രൈ ടു എക്സ്പ്രസ് ഹിസ് നീഡ്സ്. കുട്ടിക്ക് തൻ്റെ ആവശ്യങ്ങൾ പറയാനൊന്നും അറിയില്ല. അവന് എന്തേ ചെയ്യാൻ അറിയുള്ളൂ? ഓൺലി ഹി നോസ് ടു ക്രൈ, കരയാൻ മാത്രം. ദ സ്കൂൾ ബോയ് ഈസ് ജസ്റ്റ് ബിഗിനിങ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് അൺവില്ലിങ് ടു ഗോ ടു സ്കൂൾ. കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ അവൻ കുറച്ചുകൂടി സ്വതന്ത്രനാവുകയാണ് അല്ലെ, സ്വന്തം കാലിൽ എണീക്കാനെങ്കിലും പറ്റുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിലോ ഹീ ഈസ് അൺവില്ലിങ് ടു ഗോ ടു സ്കൂൾ. ഇതൊരു യഥാർത്ഥ ചിത്രീകരണമല്ലേ? ആണല്ലേ. തുടക്കത്തിൽ എല്ലാറ്റിനും കരയും, സത്യമാണ്. പിന്നെ അവന് സ്കൂളിലേക്ക് പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, അതും സത്യമാണ്. സോ ദിസ് ഈസ് എ ട്രൂ പിക്ചർ. ദി സ്കൂൾ ബോയ് വാക്സ് വെരി സ്ലോലി ലൈക്ക് എ സ്നെയിൽ വൈൽ ഗോയിങ് ടു സ്കൂൾ. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടി എങ്ങനെയാണ്? ആ ബോയ്, ഹി വാക്സ് വെരി സ്ലോലി ലൈക്ക് എ സ്നെയിൽ. ഒരു ഒച്ചിനെ പോലെ എഴുന്നിട്ടാണ് അവൻ മുന്നോട്ട് നീങ്ങുക, സ്കൂളിലേക്ക് പോവുക. സിക്സ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ ലവർ പ്രസൻറ്റഡ് ബൈ ദ പോയറ്റ്? എങ്ങനെയാണ് ലവറിനെ കുറിച്ച് പോയറ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ദ ലവർ ഈസ് സൈയിങ് ലൈക്ക് ഫർനെസ്. ഒരു തീച്ചൂളയെ പോലെ നെടുവീർപ്പിടുകയാണ് ലവർ. വിത്ത് എ വോഫുൾ ബാലറ്റ് മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. ദാറ്റ് ഈസ് ഹി സൈസ് ആൻഡ് റൈറ്റ്സ് സാഡ് വേഴ്സസ്. അവൻ നെടുവീർപ്പിടുന്നു, എന്നിട്ട് ദുഃഖപൂരിതമായ കവിതകൾ എഴുതുന്നു. ആരെക്കുറിച്ച്? ഇൻ പ്രൈസ് ഓഫ് ഹിസ് ബിലവഡ്സ് ബ്യൂട്ടി. തൻ്റെ ലവറിൻ്റെ ഭംഗിയെക്കുറിച്ച്. അവിടെ മിസ്ട്രസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലവർ എന്നുള്ള അർത്ഥത്തിലാണ്. ഐബ്രോ എന്ന് പറയുന്നത് ഫിസിക്കൽ ബ്യൂട്ടിയെയാണ്. ഹി മേ ഹാവ് ബീൻ സെപ്പറേറ്റഡ് ഫ്രം ഹിസ് ലവ്. ഒരുപക്ഷെ അവൻ തൻ്റെ ലവറിൽ നിന്നും വേർപെട്ട് കഴിയുകയായിരിക്കാം. അതുകൊണ്ടാണ് ആ വിരഹ ദുഃഖം. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ സ്റ്റേജ് സീക്കിംഗ് ബബിൾ റെപ്യൂട്ടേഷൻ മീൻ? ബബിൾ റെപ്യൂട്ടേഷൻ തിരയുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈസ് ദ സ്റ്റേജ് ഓഫ് എ സോൾജിയർ. അല്ലേ, സോൾജിയറാണ്. റെപ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് സോൾജിയറാണ്. അഭിമാനി, ദുരഭിമാനി എന്ന് വേണമെങ്കിലും പറയാം. ഹു വിഷസ് ടു ബി ഓണേഡ് മോർ ദാൻ എനിബഡി എൽസ്. മറ്റാരേക്കാളും കൂടുതൽ തന്നെ ആളുകൾ ബഹുമാനിക്കണമെന്ന് വാശിയുള്ള ഒരു മനുഷ്യൻ. ഹീ ഈസ് ഷോർട്ട് ടെമ്പേർഡ്. വേഗം ദേഷ്യം വരും. ആൻഡ് ഡിസയേഴ്സ് ടു ഗെറ്റ് ഫെയിം.
ഫേമസ് ആവാൻ വേണ്ടിയിട്ട് വളരെ ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ്. എ സോൾജിയർ ക്യാൻ സാക്രിഫൈസ് ഹിസ് ലൈഫ് ഈവൻ ഫോർ ഷോർട്ട് ലീവ്ഡ് റെപ്യൂട്ടേഷൻ. ഒരു ചെറിയ ആദരവിന് പോലും സ്വന്തം ജീവൻ പണയം വയ്ക്കാൻ അവൻ തയ്യാറാണ്. ബൈ ബബിൾ റെപ്യൂട്ടേഷൻ ദ ഓതർ മീൻസ് ദാറ്റ്. എന്താണ് ബബിൾ റെപ്യൂട്ടേഷൻ? നമുക്കറിയാം, പലപ്പോഴും കവിതയിൽ ജീവിതം എന്ന് തന്നെ പറയുന്നത് ബബിൾ പോലെയാണെന്ന് പറയാറുണ്ട് അല്ലേ, വെറും കുമ്മള പോലെയാണ്. അപ്പോൾ ഇവിടെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നതും മറ്റുള്ളവരുടെ ആശംസയും പ്രശംസയും ഫെയിമും ഒക്കെ ബബിൾസ് ആണ് അല്ലേ, ഏത് സമയത്ത് വേണമെങ്കിലും പൊട്ടിപ്പോവാം. അതുകൊണ്ടാണ് ഇതിനെ ഷോർട്ട് ലീവ്ഡ് എന്ന് പറയുന്നത്. ദാറ്റ് റെപ്യൂട്ടേഷൻ ഈസ് ആസ് ഷോർട്ട് ലീവ്ഡ് ആസ് ദ ലൈഫ് ഓഫ് എ ബബിൾ. ഒരു ബബിളിൻ്റെ ആയുസ് എത്രയാണോ അത്രയുമാണ് നമ്മുടെ റെപ്യൂട്ടേഷൻ്റെ ആയുസും എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ദ 6th സ്റ്റേജ് ഇൻ ദ ഡ്രാമ ഓഫ് ലൈഫ്. 6ാമത്തെ സ്റ്റേജ് വിവരിക്കാനാണ്. 6th സ്റ്റേജ് എന്ന് പറയുന്നത് ആരാണ് അല്ലേ? ലാസ്റ്റ് സ്റ്റേജ് സെനലിറ്റിയുടെ സ്റ്റേജ് ആണ്. അതിനു മുമ്പ് എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ആണ്. ഓക്കെ, ഇൻ ദ 6th സ്റ്റേജ് ഓഫ് ലൈഫ് മാൻ ബിക്കംസ് ക്വൈറ്റ് വീക്ക്, ലീൻ ആൻഡ് തിൻ ഓൾഡ് മാൻ. മനുഷ്യൻ മെലിഞ്ഞ ക്ഷീണിതനായ ഒരു വയസ്സനായി മാറുന്ന സമയമാണ്. ഹീ ഈസ് ലൈക്ക് എ പാൻറ്റലൂൺ വിത്ത് സ്പെക്ടിക്കിൾസ് ഓൺ ഹിസ് നോസ്. കാഴ്ച മങ്ങുന്ന സമയം, അതുകൊണ്ട് മൂക്കത്ത് കണ്ണടയുള്ള വിദൂഷകനെ പോലെ തോന്നും കണ്ടാൽ. ആൻഡ് പൗച്ച് ഓൺ സൈഡിലാണെങ്കിൽ ബാഗിനെ പോലെ, അതായത് മുഖത്തിൻ്റെ സൈഡാണെങ്കിൽ തൊലി തൂങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ തോൾ സഞ്ചിയാണെങ്കിൽ അത് അയാൾ എപ്പോഴും കൂടെ കരുതും. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് അടുത്ത സെൻറ്റൻസിൽ കൊടുത്തിട്ടുള്ളത്. എ സോഫ്റ്റ് ഫോൾഡ് ഓഫ് ലൂസ് സ്കിൻ ഹാങ് ഡൗൺ ബിലോ ഹിസ് ഐസ്. അവൻ്റെ കണ്ണിന് താഴെ തൊലി അങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഹി ക്യാരീസ് ഹിസ് ഏർണിങ്സ് വിത്ത് ഹിം ഇൻ ഹിസ് ബാഗ്. ഏത് സമയത്തും താൻ നേടിയതൊക്കെ ബാഗിലിട്ടുകൊണ്ട് ഇങ്ങനെ ചുമലിൽ തൂക്കി നടക്കുന്ന മനുഷ്യൻ. ഹി വെയർസ് സ്ലിപ്പേഴ്സ്. ധരിച്ചിരിക്കുന്നത് വള്ളിച്ചെരുപ്പാണ്. ഹി ലുക്സ് എ ഫണ്ണി ഓൾഡ് മാൻ ഇൻ ഹിസ് ലൂസ് ക്ലോത്ത്സ്. അയാളുടെ അയഞ്ഞ വസ്ത്രങ്ങളിൽ അയാൾ കൂടുതൽ ഫണ്ണി ആയിട്ട് കാണപ്പെടുന്നു. ദാറ്റ് ഹാഡ് ബീൻ ഫിറ്റ് വെൻ ഹി വാസ് യങ്. ആ വസ്ത്രങ്ങൾ പണ്ട് അയാൾ ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് വളരെ ഫിറ്റായിരുന്നു, ഇപ്പോൾ അത് ലൂസാണ്. ഹിസ് മാൻലി വോയിസ് ലൂസസ് ഇറ്റ്സ് പവർ. അദ്ദേഹത്തിൻ്റെ പൗരുഷം നിറഞ്ഞ ശബ്ദത്തിൻ്റെ ആ ഒരു പവറൊക്കെ പോയിരിക്കുന്നു. ആൻഡ് റീഗെയിൻസ് ഇറ്റ്സ് ചൈൽഡിഷ് ട്രബിൾ. കുട്ടിക്കാലത്തെ ചെവി തുളച്ച് കയറുന്ന ഒച്ചയുണ്ടല്ലോ, ട്രബിൾ സൗണ്ട്. ബേസും ട്രബിളും ഉണ്ട്. ട്രബിൾ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി വളരെ അധികമുള്ള, ചെവിയിലേക്ക് തുളച്ച് കയറുന്ന രീതിയിലുള്ള ശബ്ദം. അപ്പോൾ ആ ഒരു ശബ്ദം നമ്മുടെ ഈ വയസ്സനായ ആൾക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടി ബസ്സിലും പൈപ്പും ഒക്കെ വരും. ഹൗ ഡസ് ദ പോയറ്റ് പ്രസൻസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ്? വൈ? എങ്ങനെയാണ് അവസാന സ്റ്റേജ് ഓതർ വർണ്ണിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ദ ലാസ്റ്റ് സ്റ്റേജ്, ദ 7th phase ഈസ് ദാറ്റ് ഓഫ് സെനിലിറ്റി. പടുവാർദ്ധക്യത്തിൻ്റെ സമയം. വെൻ മാൻ ബിക്കംസ് എ ചൈൽഡ് അഗെയിൻ. ഓതർ പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് ചൈൽഡിഷ്നെസ് എന്നാണ്. ഹീ ആസ് എ ചൈൽഡ്, ഒരു കുട്ടിയെ പോലെ, ഈസ് ബിക്കം ടോട്ടലി ഡിപ്പെൻഡൻറ്റ്. അവൻ ആശ്രിതനാണ്, മറ്റുള്ളവരെ എല്ലാത്തിനും ആശ്രയിച്ചുകൊണ്ടേയിരിക്കും. ഹി ടേൺസ് ടു എ സ്റ്റേറ്റ് ഓഫ് ഒബ്ലിവൻ. അവൻ മറവിയിലേക്ക് തള്ളപ്പെടുന്ന ഒരു പ്രായമാണ്. ആൻഡ് ലൂസസ് ഹിസ് ടീത്ത്. അവൻ്റെ പല്ല് പോവും, കണ്ണ്, അതുപോലെ തന്നെ സെൻസസ്, എവരിത്തിങ് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സമയം. എക്സ്പ്ലെയിൻ ദ സ്റ്റേജ് ഓഫ് ജസ്റ്റിസ്. ജസ്റ്റിസിൻ്റെ സ്റ്റേജിനെ വിവരിക്കാനാണ്. ദ സ്റ്റേജ് ഓഫ് ബീയിങ് എ ജഡ്ജ് ഈസ് പെർഹാപ്സ് ദ ബെസ്റ്റ്. ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് ജഡ്ജിൻ്റെ കാലമാണ്. അറ്റ് ദി സ്റ്റേജ്, ഈ കാലത്ത്, മാൻ ഈസ് പ്രോസ്പെറസ് ആൻഡ് വെൽ ഫെഡ് വിത്ത് ഫെയർ റൗണ്ട് ബെല്ലി. മനുഷ്യൻ വളരെ പ്രോസ്പെറസ് ആണ്, അതായത് വളരെ സമ്പന്നനാണ്, നന്നായിട്ട് ഭക്ഷിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ കുടവേറുണ്ടല്ലേ, ഫെയർ റൗണ്ട് ബെല്ലിയാണ്. ഹീ ലുക്സ് സ്റ്റേൺ ആൻഡ് ഇംപ്രസീവ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ലുക്കാണ് പുള്ളിക്കാരനുള്ളത്. അതുപോലെ തന്നെ ഇംപ്രസീവ് ആണ്. ഇംപ്രസീവ് എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ബിയേർഡ് അല്ലേ, ഫെയർലി കട്ടാണ്, നീറ്റ്ലി കട്ട് ബിയേർഡാണ് അദ്ദേഹത്തിനുള്ളത്. ഹീ ഈസ് ഫുൾ ഓഫ് വൈസ് സേയിങ്സ്. ബുദ്ധിപരമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുക. ആൻഡ് എക്സാമ്പിൾസ് ഫ്രം കണ്ടംപററി ലൈഫ് ടു പ്രൂവ് ഹിസ് പോയിന്റ്. അദ്ദേഹത്തിൻ്റെ വാദം തെളിയിക്കാൻ വേണ്ടി സമകാലീനമായ ഉദാഹരണങ്ങളെല്ലാം മുൻപോട്ട് വയ്ക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലൈഫ് ആസ് ഇലാബറേറ്റഡ് ബൈ ഷേക്സ്പിയർ ഇൻ ദ പോയം ദ 7 Ages. സെക്കൻഡ് സ്റ്റേജിനെ കുറിച്ച് വർണ്ണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. The second stage of life is the school-going age. The schoolboy sulks as he does not want to go to school. അവൻ വേച്ച് മടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. He walks slowly or he creeps like a snail to go to school. He walks to school as slowly as a snail. He has, of course, a bright face. അവന് തീർച്ചയായിട്ടും ഉള്ളത് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മുഖമാണ് അല്ലേ, ലൈക്ക് ദാറ്റ് ഓഫ് എ സണ്ണി മോർണിംഗ്. പ്രകാശമാനമായ പ്രഭാതം പോലെ വിടർന്നു നിൽക്കുകയാണ് അവൻ്റെ മുഖം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ വേർഡ്സ് എൻട്രൻസസ് ആൻഡ് എക്സിറ്റ്സ് ഇൻ ദ പോയം ദ 7 Ages? എന്തിനാണ് എൻട്രൻസ് അല്ലെങ്കിൽ എക്സിറ്റ് എന്തുകൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഹ്യൂമൻ ലൈഫ് ഹാസ് ബീൻ കമ്പയർഡ് ബൈ ദ പോയറ്റ് ടു എ സ്റ്റേജ് ഓഫ് തിയേറ്റർ വെയർ ആക്ടേഴ്സ് അപ്പിയർ, ഇനാക്ട് ദെയർ റോൾസ് ആൻഡ് ക്വിറ്റ്. എൻട്രൻസസ് ഹിയർ സിഗ്നിഫൈ ഹ്യൂമൻ ബേർഡ്സ്. എൻട്രൻസ് എന്ന് പറയുന്നത് ജനനമാണ്. അപ്പോൾ എക്സിറ്റ് തീർച്ചയായിട്ടും
ഡെത്ത് ആയിരിക്കും. ഹ്യൂമൻ ബീയിങ്സ് ടേക്ക് ബർത്ത്, പ്ലേ ദെയർ പാർട്സ് ആൻഡ് ഡൈ. മനുഷ്യൻ ജനിക്കുന്നു, അവന്റെ റോളുകൾ അഭിനയിക്കുന്നു, മരിക്കുന്നു. അടുത്ത നമ്മുടെ പരീക്ഷയ്ക്ക് കാണുന്ന രീതിയിലുള്ള ചോദ്യമാണ് അല്ലെ. 4 വരി തന്നിട്ട് അല്ലെങ്കിൽ 1-2 വരി തന്നിട്ട് അതിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണുള്ളത്. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ that ends this strange eventful history is second childishness and mere oblivion. Science teeth, science eye, science taste, science everything. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും 7th സ്റ്റേജിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് അല്ലെ. ചോദ്യം ഇതാണ്, വാട്ട്സ് മാൻസ് കണ്ടീഷൻ ഇൻ ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ്? അവസാനത്തെ സ്റ്റേജിൽ മനുഷ്യന്റെ കണ്ടീഷൻ എന്താണ്, അവസ്ഥ എന്താണെന്നാണ്. എന്താണ്? മാൻ ഈസ് വെരി ഓൾഡ് ആൻഡ് ഡിപ്പെൻഡന്റ് ഇൻ ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ ഹി ഡസൻ റിമെമ്പർ എനിത്തിങ് ഹാപ്പൻ ഇൻ ഹിസ് ലൈഫ്. ഹി ഈസ് എ പേഴ്സൺ വിത്തൗട്ട് ടീത്ത്, ഐസ്, taste and senses. He loses everything in that stage. Okay, next question. What do you mean by science? Science എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥം? അതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം വിത്തൗട്ട് എന്നാണ് അതിന്റെ അർത്ഥം. What does second childishness means? It means that man is helpless and dependent like a child. കുട്ടിയെ പോലെ ഡിപ്പെൻഡന്റ് ആണ്, ഹെൽപ്ലെസ് ആണ്. നെക്സ്റ്റ് ചോദ്യം വായിച്ചു നോക്കുക. അത് നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ വരികളാണ്. The sixth stage shifts into a lean and slippered pantaloon with spectacles on the nose and pouch on side. His youthful horse well saved a world too wide for his shrunk shank, and his big manly voice turning again toward his childish treble, pipes and whistles in his sound. ചോദ്യങ്ങൾ ഇതാണ്. What does the phrase shrunk shank in the stanza means? ഷ്രങ്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാണ്? തിൻ എന്ന അർത്ഥം. ഷാങ്ക് എന്ന് പറഞ്ഞ ലെഗ്. അപ്പോൾ തിൻ ലെഗ് എന്നാണ് അതിന്റെ അർത്ഥം. That is, his leg become weak and thin. Second question, how is the voice of a man at this stage? എങ്ങനെയാണ് ആ പ്രായമായ മനുഷ്യന്റെ ശബ്ദം? The voice of the man at this stage becomes shrill like that of a child. ഒരു ചെറിയ കുട്ടിയുടേതുപോലെയുള്ള ശബ്ദമാണ് ഈ സമയത്ത് ആ വൃദ്ധനുണ്ടാവുക. അടുത്ത ചോദ്യം, വാട്ട് സ്റ്റേജ് ഓഫ് മാൻസ് ലൈഫ് ഈസ് റെഫേർഡ് ടു ഇൻ ദീസ് ലൈൻസ്? ഏത് സ്റ്റേജ് ആണ്? 6th സ്റ്റേജ് ആണ് അല്ലേ. ഫേസ് ഓഫ് ഓൾഡ് ഏജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, and then the lover sighing like a furnace with a woeful ballad made to his mistress eyebrow. Is the lover described happy? ഇവിടെ ലവർ ഹാപ്പി ആണെന്നാണ് ചോദ്യം. അല്ല, വോഫുൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വളരെ വിഷമിച്ചിരിക്കുന്നതാണ്. ഹി ഈസ് സാഡ്, ഹി ഈസ് സോറോഫുൾ. അടുത്തത്, ഹൗ ഡസ് ഹി ബിഹേവ്? എങ്ങനെയാണ് അവന്റെ പെരുമാറ്റം? ഹി സൈസ്, അവൻ നെടുവീർപ്പെടുന്നു. ആൻഡ് റൈറ്റ്സ് സാഡ് വേഴ്സസ്, സങ്കടം നിറഞ്ഞ കവിതകൾ എഴുതുന്നു. ആരെക്കുറിച്ച്? ഇൻ പ്രൈസ് ഓഫ് ബിലവഡ്സ് ബ്യൂട്ടി. അടുത്തത്, വിച്ച് ഫിഗർ ഓഫ് സ്പീച്ച് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് 2 ലൈൻസ് ഹിയർ? ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്. എന്ന് വെച്ചാൽ സൈയിങ് ലൈക്ക് ഫർനെസ്, ഒരു ഫർനെസിനെ പോലെ നെടുവീർപ്പെടുന്നു എന്നാണ്. അതുപോലെ, പോലെ എന്ന് പറയാൻ വേണ്ടി നമ്മൾ സിമിലിയാണ് ഉപയോഗിക്കുക അല്ലെ, ഉപമ. അതുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിമിലിയാണ്, SIMILE. അതുപോലെ തന്നെ ദുഃഖിച്ചിരിക്കുന്ന ഒരു കാമുകന്റെ ഇമേജും നമുക്കിവിടെ കാണാൻ പറ്റും. Next question. Then the whining schoolboy with his satchel and shining morning face creeping like snail and willing to school. How does the school-going boy is described here? എങ്ങനെയാണ് സ്കൂൾ ബോയ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? നമുക്കറിയാവുന്നതാണ് അല്ലേ. The schoolboy is described as unwilling to go to school. How does the schoolboy walk to school? എങ്ങനെയാണ് സ്കൂളിലേക്ക് നടന്നു പോകുന്നത്? Like a snail while going to school. ഒരു ഒച്ചിനെ പോലെ. Which simile has been used here? ഇവിടെയും ഒരു സിമിലിയാണുള്ളത്. എങ്ങനെ? വാക്കിംഗ് അല്ലെങ്കിൽ ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിൽ എന്നാണ് പറയുന്നത്. ഉച്ചിനെ പോലെ ഇഴയുക. അപ്പോൾ അവിടെയും നമുക്ക് സിമിലി കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പ് ആൻഡ് ലൈൻസ് വിത്ത് ഐസ് സിവിയർ ആൻഡ് ബേർഡ് ഓഫ് ഫോർമൽ കട്ട് ഫുൾ ഓഫ് വൈസ് സോ ആൻഡ് മോഡേൺ ഇൻസ്. ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ തലയിലേക്ക് ആ ജഡ്ജിന്റെ ഫേസ് ആണ് ഓർമ്മ വരിക അല്ലെ. കോഴിയെ തിന്ന് തടിച്ചു വീർത്ത വയർ. വിച്ച് സ്റ്റേജ് ഓഫ് ലൈഫ്? ഏത് സ്റ്റേജിനെ കുറിച്ചാണ് പറയുന്നത്? യെസ്, 5th സ്റ്റേജ്, ദാറ്റ് ഈസ് ഓഫ് എ ജസ്റ്റിസ്. അടുത്തത്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് സ്റ്റേജ്? ഈ സ്റ്റേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇൻ ദിസ് സ്റ്റേജ് മാൻ എൻജോയ്സ് പ്രോസ്പെരിറ്റി, വളരെ സമ്പന്നമായ കാലം. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ആത്മസംതൃപ്തിയുള്ള കാലം. അതുപോലെ തന്നെ വിസ്ഡം, അതുപോലെ തന്നെ ബുദ്ധി കൂർമ്മതയുള്ള കാലം. ഹി ഈസ് ഫാഷനബിൾ അല്ലെ, നേരത്തെ കണ്ടു. എന്താണ്? ബിയർഡ് ഓഫ് ഫോർമൽ കട്ട്, നല്ല ഉഷാറായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന താടി. ഹി ഹാസ് സ്റ്റേൺ ലുക്സ്, നല്ല പൗരുഷത്തോടു കൂടിയ നോട്ടം. ഇതൊക്കെയാണ് പ്രത്യേകത. അത് എക്സ്പ്ലെയിൻ ദ ലാസ്റ്റ് ലൈൻ, അവസാനത്തെ വരിയെ കുറിച്ച് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസ്. ഓക്കെ, അറ്റ് ദി സ്റ്റേജ് മാൻ ഈസ് ഫുൾ ഓഫ് വൈസ് സെയിങ്സ്, വളരെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ഒരു ബുജിയെ പോലെയാണ് വർത്താനം പറയുക. ആൻഡ് എക്സാമ്പിൾസ്, ഹി ടേക്സ് എക്സാമ്പിൾസ് ഫ്രം കണ്ടംപററി ലൈഫ്, അന്ന് ആധുനിക കാലത്തെ ജീവിതത്തിന്റെ ഉദാഹരണങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് സംസാരിക്കുക. അതുപോലെ തന്നെ ഹി ഇംപ്രസസ് അതേഴ്സ് വിത്ത് ഹിസ് നോളേജ് ആൻഡ് വിസ്ഡം, അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി കൊണ്ട്, അറിവ് കൊണ്ട് മറ്റുള്ളവരെ എല്ലാം ഇംപ്രസ് ചെയ്യാനും പുള്ളിക്കാരന് പറ്റും. ഇനി നമുക്ക് ഏതെങ്കിലും വരി തന്നു കഴിഞ്ഞാൽ ഫിഗർ ഓഫ് സ്പീച്ച് കണ്ടെത്താൻ എളുപ്പമാണ്. നമ്മുടെ ഈ പോയത്തിൽ പ്രധാനമായിട്ട് 3 സിമിലീസ് ആണുള്ളത്. എങ്ങനെയാണ്? ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിൽ എന്ന് പറയുന്ന ഒരു സിമിലി ഉണ്ട്, സൈയിങ് ലൈക്ക് ഫർണീസ് എന്ന് പറയുന്ന ഒരു സിമിലി ഉണ്ട്, ബേർഡഡ് ലൈക്ക് എ
പാട് എന്ന് പറയുന്നത് സിമിലി ഉണ്ട്. അപ്പോൾ ഈ 3 സിമിലീസാണ് നമുക്ക് ഈ പോയത്തിനുള്ളത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ മെറ്റഫേഴ്സും നമുക്കുണ്ട്. ഓൾ ദ വേർഡ്സ് എ സ്റ്റേജ്, ലോകം സ്റ്റേജിനെ പോലെയാണ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ലോകം സ്റ്റേജ് തന്നെയാണെന്നാണ്. അല്ലേ, ദ വേൾഡ് ഇറ്റ് സെൽഫ് ഈസ് എ സ്റ്റേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആസോ ലൈക്കോ ഇല്ലാത്ത ഒരു കമ്പാരിസൺ ആണ്. അതുകൊണ്ട് അതിനെ മെറ്റഫർ എന്ന് പറയാം. അതുപോലെ തന്നെ ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്, എല്ലാ മെന്നും വിമനും പ്ലേയേഴ്സാണ്. പ്ലേയേഴ്സിനെ പോലെയാണെന്നല്ല, പ്ലേയേഴ്സ് തന്നെയാണെന്നാണ്. അവിടെയും മെറ്റഫറാണ്. ഷൈനിങ് മോർണിംഗ് ഫേസ്, അതായത് അതിൻ്റെ അർത്ഥം ദ ബോയ്സ് ഫേസ് ഈസ് ഷൈനിങ് ലൈക്ക് മോർണിംഗ് എന്നുള്ളതാണ്. പക്ഷേ അതിനെ മോർണിംഗ് ഫേസ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതും മെറ്റഫറാണ്. ദ ബബിൾ റെപ്യൂട്ടേഷൻ, റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ബബിളിനെ പോലെയാണ് അല്ലേ. പക്ഷേ ഇവിടെ റെപ്യൂട്ടേഷൻ ഇറ്റ് സെൽഫ് ഈസ് എ ബബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബബിൾ എന്നുള്ളത് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു, അത് മെറ്റഫറാണ്. അടുത്ത 2-3 മാർക്കിന് നമ്മുടെ ആദ്യം ചോദിച്ച ചോദ്യം എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് 7 ഏജസ്. ഏതൊക്കെയാണ് 7 ഏജസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റാവുന്ന ഉത്തരം. അത് റിപ്പീറ്റ് ചെയ്യണില്ല, കാരണം ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വായിച്ച് നോക്കുക. അടുത്തത്, വാട്ട് ഈസ് മെൻ ബൈ സ്ലിപ്പേർഡ് പാൻറ്റലൂൺ? സ്ലിപ്പർ ഇട്ട വള്ളിച്ചെരുപ്പിട്ട പാൻറ്റലൂൺ എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പാൻറ്റലൂൺ ഈസ് എ കോമിക് ക്യാരക്ടർ ഓഫ് ഇറ്റാലിയൻ സ്റ്റേജ് വിത്ത് ലൂസ് ഫിറ്റിംഗ് ട്രൗസേഴ്സ്. ശരിക്കും പാൻറ്റലൂൺ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ നാടകവേദിയിലെ ലൂസായിട്ടുള്ള ട്രൗസേഴ്സ് ഇട്ടിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള കോമിക് ക്യാരക്ടേഴ്സിനെയാണ്. അങ്ങനെയുള്ള പാൻറ്റലൂണിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഹീസ് ആൻ ഓൾഡ് മാൻ ഹൂ മേക്സ് അതേഴ്സ് ലാഫ്, മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന വിത്ത് ഹീസ് അൺയൂഷ്വൽ ഡ്രസ്, അസാധാരണമായ വസ്ത്രം ധരിച്ചിട്ടുള്ള കണ്ണട അല്ലേ, സ്പെക്ടക്കിൾസ് മൂക്കിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ആൻഡ് സ്ലിപ്പേഴ്സ് ധരിച്ചിട്ടുള്ള തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് പാൻറ്റലൂൺസ്. വാട്ട്സ് സ്പെഷ്യൽ അബൌട്ട് എ സോൾജിയർ? ഈ സോൾജിയറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ, എ സോൾജിയർ ടേക്സ് സ്ട്രേഞ്ച് ഓട്സ്, വെറുതെ സ്വയർ ചെയ്യുന്ന പ്രതിജ്ഞ എടുക്കുന്ന ആളുകളാണ് സോൾജിയേഴ്സ് എന്ന് പറയുന്നത്. ഹീ ഈസ് ജലസ് ഇൻ ദ മാറ്റർ ഓഫ് ഓണർ, ആദരവിൻ്റെ കാര്യത്തിൽ അസൂയാലുക്കളാണ്. മറ്റുള്ളവർക്ക് ആദരവ് കിട്ടുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഹീ ഈസ് ക്വിക്ക് ടു പിക്ക് അപ്പ് ക്വാറൽസ്, ലഹള കൂടാൻ എളുപ്പമാണ് അവരോട് അല്ലേ, അല്ലെങ്കിൽ അവർ വളരെ ഷോർട്ട് ടെമ്പേർഡ് ആണ്. ഹീ സീക്സ് ഷോർട്ട് എയ്ഡ് റെപ്യൂട്ടേഷൻ ഈവൻ ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത്, മരണത്തിന് മുമ്പിലും കുമ്പള പോലെയുള്ള റെപ്യൂട്ടേഷൻ ആദരവിന് വേണ്ടി അവൻ പ്രവർത്തിക്കും. ഇനി വൈ ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് കോൾഡ് സെക്കൻഡ് ചൈൽഡിഷ്നെസ്? ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്, എങ്കിലും ഒന്നുകൂടി വിശദമായിട്ടുണ്ട്, നോക്കാം. മാൻ ബിക്കംസ് ആസ് ഹെൽപ്ലെസ് ആസ് എ ചൈൽഡ് ഇൻ ദ 7th സ്റ്റേജ് ഓഫ് ലൈഫ്. 7ാമത്തെ സ്റ്റേജിൽ കുട്ടിയെ പോലെ നിസ്സഹായനാകുന്നു അവൻ. ഹി ബിക്കംസ് ടൂത്ത്ലെസ്, പല്ലില്ലാത്തവനാകുന്നു. ലൂസസ് ഈസ് ഐസൈറ്റ് ആൻഡ് ടേസ്റ്റ്, കാഴ്ച നഷ്ടപ്പെടുന്നു, ടേസ്റ്റും ഒന്നും തന്നെ ഓർക്കാൻ പറ്റില്ല. ഹി ഈസ് ടോട്ടലി ഡിപ്പെൻഡൻറ്റ്, അവൻ കൂടുതൽ ആശ്രിതനാവുകയാണ്. ദസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് കോൾഡ് സെക്കൻഡ് ചൈൽഡിഷ്നെസ്. അങ്ങനെയാണ് ലാസ്റ്റ് സ്റ്റേജ് 2ാം കുട്ടിക്കാലമായിട്ട് മാറുന്നത്. ദ തീം ഓഫ് 7 ഏജസ് ഓഫ് മാൻ, അതിൻ്റെ തീം എന്ന് പറയുന്നത് എന്താണ്? The central theme found in the poem is the changing phases of life. മനുഷ്യ ജീവിതത്തിൻ്റെ മാറുന്ന ഘട്ടങ്ങളാണ് നമ്മുടെ ഈ പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത്. ഷേക്സ്പിയർ കമ്പയർസ് വേൾഡ് ടു എ സ്റ്റേജ് ആൻഡ് ഹ്യൂമൻ ലൈഫ് ടു എ പ്ലേ. Like the actors in a play, a man will have an entrance on the stage, then there is his performance of different roles and the exit. വീണ്ടും പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു, ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്രീസിയേഷൻ ഓഫ് ദ പോയം ദ 7 ഏജസ് ഓഫ് മാൻ. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും പോയത്തിൻ്റെ മാറ്ററും ഇതിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും ഒരു കൺക്ലൂഷനും കൊടുത്തുകൊണ്ടുള്ള അപ്രീസിയേഷൻ. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ആവശ്യമില്ല, വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അതിലൊരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള 2 വാക്കാണ്. ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടി പറയാം. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പറയുന്ന സമയത്ത് സിമിലിയും മെറ്റഫറും പറഞ്ഞതിന് ശേഷം അലിട്രേഷൻ എന്നൊരു വാക്ക് നമുക്ക് കാണാം. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസണന്റ് സൗണ്ട്സ്, വ്യഞ്ജനാക്ഷരങ്ങൾ ഒരേ വരിയിൽ അടുത്തടുത്ത വാക്കുകളിൽ ആവർത്തിച്ച് വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അവിടെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഷങ്ക്, ഷാങ്ക്. ഇവിടെ ഷാ എന്നുള്ള സൗണ്ട് അടുത്തടുത്ത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്, അതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേഴ്സോണിഫിക്കേഷനും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുള്ള വസ്തുക്കളുടെ സ്വഭാവം നൽകുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. എക്സാമ്പിൾ പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. ഇവിടെ സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ ഈവൻ ദ കാനൻസ് മൗത്ത് എന്ന് പറയുന്നത്, പീരങ്കിയുടെ വായിൽ പോലും റെപ്യൂട്ടേഷൻ തിരയുന്ന ആള്. യഥാർത്ഥത്തിൽ പീരങ്കിക്ക് വായയില്ല അല്ലേ, ദ കാനൻ ഈസ് ആൻ ഒബ്ജക്റ്റ്, അതൊരു വസ്തുവാണ്, അതിന് വായയൊന്നുമില്ല. പക്ഷെ അവിടെ വായ എന്ന് ധ്വനിപ്പിച്ചിട്ടുണ്ട്, ജീവനുള്ള വസ്തുക്കൾക്കല്ലേ വായുള്ളൂ. അപ്പോൾ അതൊരു പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ്.
ഡെത്ത് ഈസ് ഇമ്പാർഷ്യൽ എന്ന് പറയാറുണ്ട്. പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമ്പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഗുണമാണ്. മറ്റുള്ളവരോട് ഭാഗം പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അല്ലെ പാർഷ്യാലിറ്റി. ഇപ്പോൾ ഡെത്ത് ഈസ് ഇമ്പാർഷ്യൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡെത്തിന്റെ ഒരു പേഴ്സോണിഫിക്കേഷനാണ് കാണാൻ പറ്റുക. ഇത് ഈ പാഠത്തിനോട് ബന്ധപ്പെട്ട വാക്കൊന്നും അല്ലെങ്കിലും പേഴ്സോണിഫിക്കേഷനെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. Okay, hope you could understand all the questions and answers here. All the best. Thank you.